ഹലോ ഗൈസ്, ഇന്നൊരു ഔട്ടിംഗ് വ്ലോഗാണ്. എന്താണെന്നല്ലേ, പാസ്പോർട്ട് വെരിഫിക്കേഷന് കണ്ണൂർ പോകണം. ഞാനങ്ങനെ ആദ്യം പോയി ആലക്കോട് ഇറങ്ങി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ മഴയും വന്നു, അവളും വന്നു. ഞങ്ങൾ നേരെ തളിപ്പറമ്പിന് ബസ് കയറി. അവിടെ ഇറങ്ങി അവിടുത്തെ ഒരു കടയിൽ നിന്ന് ലൈം ജ്യൂസ് കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരണം എന്നുള്ള അവളുടെ ഓർഡറാണ് കാരണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ബസ് കയറി കണ്ണൂർക്ക്. ഇത്രയും നേരം എൻ്റെ അടുത്തിരുന്നവൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാണ്ടെ അപ്പുറത്തെ സീറ്റിലിരിക്കുന്നു. അടിയുണ്ടാക്കി പോയിരുന്നതല്ല, അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കുമ്പോൾ ദാണ്ടെ ഏതോ സ്റ്റോപ്പിൽ ചാടി ഇറങ്ങി വാളും വെച്ചിട്ട് നിൽക്കുന്ന നിപ്പാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ റോഡൊക്കെ അതിസാഹസികമായി ക്രോസ് ചെയ്ത് നടന്ന് ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട്ടിലായിരുന്നു. എസ്തെറ്റിക് കടയിൽ തന്നെ കയറണം എന്ന എൻ്റെ അവളുടെ ഒറ്റ നിർബന്ധം കൊണ്ട് കുറച്ചങ്ങ് നടക്കേണ്ടി വന്നു. അവസാനം ഒരു കട കിട്ടി. പുറമേ നിന്ന് വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അകത്ത് കയറിയപ്പോൾ സൂപ്പറായിരുന്നു ഗൈസ്. ഞങ്ങളിങ്ങനെ മെനു ഒക്കെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. എസ്തെറ്റിക്സ് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പ്രൈവസി ഉള്ളൊരു സീറ്റിന് വേണ്ടി ഓടി നടന്ന തപ്പുമായിരുന്നു. കിട്ടി. അവിടുത്തെ വോളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. മെനുവും കൊള്ളായിരുന്നു, പക്ഷേ റേറ്റ് അത്ര കൊള്ളില്ലായിരുന്നു, നല്ല കൂടുതലായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങളതൊക്കെ വായിച്ച് പിടിച്ച് അവസാനം ഷെഷ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസും വാട്ടർമെലൺ ജ്യൂസും ഓർഡർ ചെയ്തു. പിന്നെ ഫുഡിന് വേണ്ടി ഒരു കാത്തിരിപ്പായിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ഫുഡ് എത്തി. ഫുഡ് വന്നു, ഫുഡ് തീർന്നു. വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ഞങ്ങൾ അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് സ്റ്റൈൽ യൂണിയനിൽ പോയി തപ്പി. അപ്പോഴാണ് മനസ്സിലായത് സ്റ്റൈൽ യൂണിയനിൽ ചെരുപ്പില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോ ലക്ഷ്യമാക്കി നടന്നു. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നേ. സ്റ്റുഡിയോയിൽ കയറി തേരാപാര നടന്ന് അവൾക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അല്ലേലും അവളെ കൊണ്ട് ഷോപ്പിങ്ങിനൊന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇട്ടൊക്കെ നോക്കിയായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഏതായാലും കയറിയതല്ലേ, ലിപ്സ്റ്റിക്ക് ട്രയൽ നോക്കാമെന്നും പറഞ്ഞ് ഞാൻ പോയി 2 ലിപ്സ്റ്റിക്കൊക്കെ ട്രയൽ നോക്കി. പിന്നെന്താ, അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ നേരെ ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനത്തേക്കായി ഞങ്ങളുടെ യാത്ര. പാസ്പോർട്ട് ഓഫീസ് എത്തി ക്യൂ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നിവിടെ പോസ്റ്റ് ആകുമെന്ന്. ഞാൻ വേഗം അകത്ത് കയറി. ഒരു 2 മണിക്കൂർ പോസ്റ്റാക്കിയതിൻ്റെ സങ്കടമാണ് ഗൈസ് ഈ കാണുന്നത്. വേഗം വീട്ടിലെത്തണമെന്ന് പറഞ്ഞ് അവൾ വഴക്കുണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ നേരെ കണ്ണൂർ ബസ് സ്റ്റാൻഡിലോട്ട് ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഒരു ചായ ഉള്ളിവടയും മേടിച്ചു കൊടുത്തപ്പോൾ അവൾക്കൊരു ചെറിയ സമാധാനമായി. പിന്നെ ഒത്തിരി വർത്തമാനം പറഞ്ഞ് വീട്ടിലോട്ടുള്ളൊരൊറ്റ വണ്ടിയിൽ കയറി ഞങ്ങളിങ്ങനെ ഇരുന്നു. കുറേ കാലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അമ്മ എന്നെ വന്ന് പിക്ക് ചെയ്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.